ഡിയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ മുൻ വർഷങ്ങളിൽ നടന്ന വിവിധ പൊതുപരീക്ഷാ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോകളിൽ 11ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11ാമത്തെ ചാപ്റ്ററായ മാർക്കറ്റിങ്ങിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തര സൂചികകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ ജൂൺ 2018, സ്കോർ 1. Which of the following firms emphasizes on products benefits to customers rather than products attributes? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുതരം സ്ഥാപനങ്ങളാണ് ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളെക്കാളും ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രയോജനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത്? ഓപ്ഷൻസ്: എ, പ്രോഡക്റ്റ് കൺസെപ്റ്റ്; ബി, മാർക്കറ്റ് കൺസെപ്റ്റ്; സി, സെയിൽസ് കൺസെപ്റ്റ്; ഡി, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാർക്കറ്റ് കൺസെപ്റ്റ്. ഇതിൻ്റെ ആൻസർ കീയിൽ പ്രോഡക്റ്റ് കൺസെപ്റ്റ് എന്ന ഉത്തരവും ശരിയാണെന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഇയർ മാർച്ച് 2019, സ്കോർ 1. എ കമ്പനി ഓഫേഴ്സ് 40% ഓഫ് എക്സ്ട്രാ ഷേവിംഗ് ക്രീം ഇൻ എ പാക്ക് ഓഫ് 100 grams. ഐഡൻറ്റിഫൈ ദ സെയിൽസ് പ്രൊമോഷൻ ടൂൾ യൂസ്ഡ് ഹിയർ. ഒരു കമ്പനി 100 ഗ്രാം ഷേവിംഗ് ക്രീം പാക്കറ്റിൻ്റെ കൂടെ 40% കൂടുതലായി കൊടുക്കുന്നു. ഈ വിൽപ്പന പ്രോത്സാഹനത്തിൻ്റെ പേരെഴുതുക. കറക്റ്റ് ആൻസർ, ക്വാണ്ടിറ്റി ഗിഫ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇയർ ജൂൺ 2019, സ്കോർ 1. നെയിം ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വിച്ച് സജസ്റ്റ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഷുഡ് ഏൺ പ്രോഫിറ്റ് ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾക്കും സാമൂഹിക ക്ഷേമത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ബിസിനസ് ലാഭം നേടണം എന്ന് നിർദ്ദേശിക്കുന്ന വിപണന ദർശനം ഏത്? കറക്റ്റ് ആൻസർ ഈസ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മാർച്ച് 2020, സ്കോർ 1. വിച്ച് ഈസ് കോൾഡ് ആസ് സൈലന്റ് സെയിൽസ്മാൻ ഇൻ എ മാർക്കറ്റ്. ഒരു വിപണിയിലെ നിശബ്ദ വിൽപ്പനക്കാരൻ എന്ന് വിളിക്കുന്നത് ആരെ? ഓപ്ഷൻസ്: എ, ഗ്രേഡിംഗ്; ബി, ട്രേഡ് മാർക്ക്; സി, പാക്കേജിംഗ്; ഡി, ബ്രാൻഡിംഗ്. കറക്റ്റ് ആൻസർ ഈസ് സി, പാക്കേജിംഗ്. അടുത്ത ചോദ്യം, ഇയർ ജൂലൈ 2020, സ്കോർ 1. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. എ, റിബേറ്റ്; ബി, പബ്ലിസിറ്റി; സി, ഡിസ്കൗണ്ട്; ഡി, റീഫണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പബ്ലിസിറ്റി. അടുത്ത ചോദ്യം, വർഷം മോഡൽ 2020, സ്കോർ 1. വിച്ച് ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ഈസ് കോൾഡ് സൈലന്റ് സെയിൽസ്മാൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിങ്ങിൻ്റെ ഏത് ധർമ്മത്തെയാണ് വിപണിയിലെ നിശബ്ദ വിൽപ്പനക്കാരൻ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻസ്: എ, പാക്കേജിംഗ്; ബി, ലേബലിംഗ്; സി, ബ്രാൻഡിംഗ്; ഡി, അഡ്വർടൈസിംഗ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പാക്കേജിംഗ്. അടുത്ത ചോദ്യം, വർഷം ജൂൺ 2018, മാർക്ക് 2. ഗിവ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഏതെങ്കിലും 4 പ്രത്യേകതകൾ എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. നീഡ്സ് ആൻഡ് വാണ്ട്സ്, ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ്, കസ്റ്റമർ വാല്യൂ, എക്സ്ചേഞ്ച് മെക്കാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർഷം 2019, ജൂൺ, മാർക്ക് 2. പാക്കേജിംഗ് ഈസ് കോൾഡ് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ. ഗിവ് റീസൺ. പാക്കേജിങ്ങിനെ നിശബ്ദനായ സെയിൽസ്മാൻ എന്ന് വിളിക്കുന്നു. കാരണം പറയുക. നമുക്ക് ആൻസർ നോക്കാം. അട്രാക്റ്റീവ് പാക്കേജിംഗ് എൻകറേജ് പീപ്പിൾ ടു ബൈ എ പ്രോഡക്റ്റ് ലൈക്ക് എ സെയിൽസ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ ജൂലൈ 2020, സ്കോർ 2. എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസിംഗ് ഈസ് എ സോഷ്യൽ വേസ്റ്റ്. ഗിവ് എനി 2 റീസൺസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് അഡ്വർടൈസിംഗ്. പരസ്യത്തിനായി ചെലവഴിക്കുന്ന പണം ഒരു സാമൂഹികമായ നഷ്ടമാണ്. പരസ്യത്തിനെതിരായ ഈ വിമർശനത്തെ സാധൂകരിക്കുന്നതിനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ അഡ്വർടൈസ്മെൻറ്റിനെതിരെയുള്ള വാദഗതികളാണ് എഴുതേണ്ടത്. ആഡ്സ് കോസ്റ്റ്, അണ്ടർമൈൻസ് സോഷ്യൽ വാല്യൂസ്, കൺഫ്യൂസ് ബയേഴ്സ്, എൻകറേജ് സെയിൽ ഓഫ് ഇൻഫീരിയർ പ്രോഡക്റ്റ്, ബാഡ് ടേസ്റ്റ്. ഇതിലേതെങ്കിലും 2 എഴുതി വിശദീകരിക്കുക. അടുത്ത ചോദ്യം, വർഷം മോഡൽ 2020, സ്കോർ 2. ലിസ്റ്റ് ഔട്ട് ദ 4 P's ഇൻ മാർക്കറ്റിംഗ് മിക്സ്.
മാർക്കറ്റിംഗ് മിക്സിലുള്ള 4 Pകൾ ഏതൊക്കെയാണ് എന്നെഴുതുക. നമുക്ക് അടുത്ത മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഇയർ മാർച്ച് 2018, സ്കോർ 4. എക്സ്പ്ലെയിൻ ദ 4 P's ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലുള്ള 4 Pകൾ ഏതൊക്കെയെന്ന് വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. മാർക്കറ്റിങ്ങിലുള്ള 4 P's എന്നറിയപ്പെടുന്ന 4 ഘടകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ 11ാമത്തെ ചോദ്യത്തിന് ഈ 4 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ്, പ്രൊമോഷൻ മിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇയർ മാർച്ച് 2018, സ്കോർ 3. പാക്കേജിംഗ് ഈസ് കോൾഡ് ആസ് ദ സൈലന്റ് സെയിൽസ്മാൻ ഇൻ ദ മാർക്കറ്റ്. വൈ? പാക്കേജിങ്ങിനെ വിപണിയിലെ നിശബ്ദ സെയിൽസ്മാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് ആൻസർ നോക്കാം. പാക്കേജിംഗ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോഡക്ട്സ്. Packaging protects the product from spoilage, breakage, leakage, etc. It facilitates easy transfer of goods to consumers. Packaging provides convenience in the storage of the product. നമുക്കിനി അടുത്ത 4 ചോദ്യങ്ങൾ നോക്കാം. ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഒന്നു തന്നെയാണ്. ആദ്യ ചോദ്യം. വർഷം മാർച്ച് 2019, സ്കോർ 2. സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന് ഉണ്ടായിരിക്കേണ്ട ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. അടുത്തത്. ഇയർ ജൂൺ 2018, മാർക്ക് 3. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ വിവരിക്കുക. മൂന്നാമത്തെ ചോദ്യം. വർഷം മാർച്ച് 2020, മാർക്ക് 3. മെൻഷൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിനുണ്ടായിരിക്കേണ്ട ഏതെങ്കിലും 3 പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുക. അടുത്ത ചോദ്യം. ഇയർ മോഡൽ 2020, സ്കോർ 4. വാട്ട് ഈസ് ബ്രാൻഡിംഗ്? സ്റ്റേറ്റ് 2 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബ്രാൻഡ്. എന്താണ് ബ്രാൻഡിംഗ്? ഒരു നല്ല ബ്രാൻഡിനുണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങൾ എഴുതുക. നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് കടക്കാം. 16ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ബ്രാൻഡിംഗ് എന്ന് ചോദിച്ചിരുന്നു. ബ്രാൻഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് എ നെയിം, സൈൻ, സിംബൽ, ഡിസൈൻ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് എ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം, അതായത് ഒരു നല്ല ബ്രാൻഡ് നെയിമിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 13ാമത്തെയും 16ാമത്തെയും ചോദ്യത്തിന് 2 പോയിന്റ്സ് വീതം എഴുതുക. 14ാമത്തെയും 15ാമത്തെയും ചോദ്യങ്ങൾക്ക് 3 പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. Short, easy to pronounce, spell, recognize and remember. Suggest the product's benefits, functions and qualities. It should be distinctive. The brand name should be adaptable to packaging, labeling, advertising, etc. Sufficiently versatile to accommodate new products. Capable of being registered and legally protected. Should be lasting and have staying power. Next question. Year March 2019, score 4. State any 4 differences between marketing and selling. Any 4 points. വിപണനവും വിൽപ്പനയും തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങൾ എഴുതുക. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ തന്നതുപോലെ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതുക. അടുത്ത ചോദ്യം. വർഷം 2019 ജൂൺ, മാർക്ക് 4. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. പരസ്യങ്ങളും വ്യക്തിഗത വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതെല്ലാം? ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ ഉള്ളതുപോലെ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസസ് എഴുതുക. Next question. Year July 2020, score 4. Ganga Agencies is launching a new washing soap in the market. Explain any 4 important factors they should consider while fixing the price of this product. Ganga Agencies ഒരു പുതിയ അലക്ക് സോപ്പ് വിപണിയിൽ അവതരിപ്പിക്കുന്നു. പ്രസ്തുത ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയത്തിൽ അവർ പരിഗണിക്കേണ്ട ഏതെങ്കിലും 4 പ്രധാന ഘടകങ്ങൾ വിശദമാക്കുക. നമുക്ക് വേറെ ഒരു ചോദ്യം കൂടി നോക്കാം. 8 മാർക്കിൻ്റെതാണ് ഇത്. വർഷം 2018 മാർച്ച്. പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ ക്രൂഷ്യൽ ഡിസിഷൻ ടു ബി ടേക്കൺ ബൈ എ പ്രൊഡ്യൂസർ. ഡു യു എഗ്രി? ഇല്ലുസ്ട്രേറ്റ് ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഉൽപ്പാദകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുക എന്നത്.
നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. മറ്റൊരു ചോദ്യം കൂടി നോക്കാം. അതും 8 മാർക്കിൻ്റെതാണ്. ഇയർ മോഡൽ 2020. വാട്ട് ഡു യു മീൻ ബൈ പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ്? എക്സ്പ്ലെയിൻ എനി 6 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഏതെങ്കിലും 6 പോയിന്റ്സ് എഴുതി വിശദീകരിക്കുക. നമുക്ക് ഈ ചോദ്യങ്ങളുടെ ആൻസർ നോക്കാം. 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഒന്നുതന്നെയാണ്. ആദ്യം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രോഡക്റ്റ് കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ്. 19ാമത്തെ ചോദ്യത്തിന് ഇതിൽ 4 പോയിന്റ്സ് എഴുതി വിശദീകരിക്കുക. 20ാമത്തെ ചോദ്യത്തിന് യെസ് എഗ്രീയിങ് എന്നെഴുതുക. തുടർന്ന് പ്രൈസിംഗ് എന്താണ് എന്നെഴുതുക. പ്രൈസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ എ ബയർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതിനോടൊപ്പം മുകളിൽ പറഞ്ഞ പോയിന്റ്സിൽ 6 എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. 21ാമത്തെ ചോദ്യത്തിന് പ്രൈസിങ്ങിൻ്റെ മീനിങ് എഴുതുക. തുടർന്ന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ 6 പോയിന്റ്സും എഴുതി വിശദീകരിക്കുക. അടുത്ത ചോദ്യം, വർഷം 2018 ജൂൺ, മാർക്ക് 4. അഡ്വർടൈസിംഗ് മിസ്ലീഡ്സ് കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്. പരസ്യങ്ങൾ ഉപഭോക്താക്കളെ വഴിതെറ്റിക്കുകയും അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? കാരണം എഴുതുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ പ്രസ്താവനയോട് യോജിക്കാം, യോജിക്കാതിരിക്കാം. റൈറ്റ് എസ് ഓർ നോ. നിങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡീമെറിറ്റ്സ് എഴുതുക. ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതി വിശദീകരിക്കുക. ലെസ് ഫോഴ്സ്ഫുൾ, ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്, ഇൻഫ്ലെക്സിബിലിറ്റി, ലോ എഫക്റ്റീവ്നെസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻസ് ടു അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ എഴുതാവുന്നതാണ്. ആഡ്സ് ടു കോസ്റ്റ്, അണ്ടർമൈൻസ് സോഷ്യൽ വാല്യൂസ്, കൺഫ്യൂസസ് ദ ബയേഴ്സ്, എൻകറേജസ് സെയിൽ ഓഫ് ഇൻഫീരിയർ പ്രോഡക്ട്സ്, സം അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ഇൻ ബാഡ് ടേസ്റ്റ്. ഇനി നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മെറിറ്റ്സ് ആണ് എഴുതേണ്ടത്. മാസ് റീച്ച്, എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, എക്സ്പ്രസീവ്നെസ്, എക്കണോമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മാർച്ച് 2020, സ്കോർ 4. എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഇൻ മാർക്കറ്റിംഗ്. വിപണനത്തിലെ ഉൽപ്പാദന ആശയം വിശദീകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ദ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. The focus of business activities was on production of goods. It was believed that profits could be maximized by producing at large scale, thereby reducing the average cost of production. അടുത്ത ചോദ്യം, വർഷം ജൂൺ 2018, മാർക്ക് 5. ഹാൻഡെക്സ് ഓഫേഴ്സ് 30% ഡിസ്കൗണ്ട് ഫോർ ഓൾ their products during Onam season as a part of their promotion technique. Identify the promotion technique used by them. എക്സ്പ്ലെയിൻ എനി 2 മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ദിസ് ടെക്നിക്. ഹാൻഡെക്സ് കമ്പനി അവരുടെ വിൽപ്പന സംവർദ്ധക തന്ത്രങ്ങളുടെ ഭാഗമായി ഓണം സീസണിൽ അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 30% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഈ വിൽപ്പന സംവർദ്ധക തന്ത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഈ തന്ത്രത്തിൻ്റെ ഏതെങ്കിലും 2 മേന്മകളും 2 ദോഷങ്ങളും വിശദീകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ഹാൻഡെക്സ് 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ, അതിൽ ഡിസ്കൗണ്ട് ഓർ റിബേറ്റ് എന്ന ടെക്നിക്കാണ്. ഇനി സെയിൽസ് പ്രൊമോഷൻ്റെ 2 മെറിറ്റ്സ് നോക്കാം. അറ്റൻഷൻ വാല്യൂ, യൂസ്ഫുൾ ഇൻ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്, സിനർജി ഇൻ ടോട്ടൽ പ്രൊമോഷണൽ എഫേർട്സ്. ഇനി ഡീമെറിറ്റ്സ് നോക്കാം. റിഫ്ലെക്സ് ക്രൈസിസ്, സ്പോയിൽസ് പ്രോഡക്റ്റ് ഇമേജ്. ഇതിൽ നിന്നും 2 മെറിറ്റ്സും 2 ഡീമെറിറ്റ്സും എഴുതി വിശദീകരിക്കുക. അടുത്ത ചോദ്യം, മാർക്ക് 8, വർഷം ജൂൺ 2019. KD Company has launched a new product in the market. As a marketing manager, suggests the sales promotion techniques which KD Company can adopt to increase the sale of new product. A detailed report is needed. KD Company ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിലിറക്കി. ഒരു വിപണി മാനേജർ എന്ന നിലയിൽ KD കമ്പനിയുടെ പുതിയ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് അവലംബിക്കുവാൻ കഴിയുന്ന വിവിധ വിൽപ്പന പ്രോത്സാഹന മാർഗങ്ങളെക്കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തുക. നമുക്ക് ആൻസർ നോക്കാം. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്: റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്, പ്രോഡക്റ്റ് കോമ്പിനേഷൻ, ക്വാണ്ടിറ്റി ഗിഫ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഡ്രോസ്, ലക്കി ഡ്രോ, യൂസബിൾ ബെനഫിറ്റ്, ഫുൾ ഫിനാൻസ് അറ്റ് 0% ഇൻട്രസ്റ്റ്, സാമ്പിളിംഗ്.
Next question. Year March 2019. Score 8. It is an impersonal form of communication which is paid for by the marketers or sponsors to promote some goods and services. Name the promotional tool mentioned above. Explain its 4 merits and 3 limitations. ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിപണനം നടത്തുന്നയാൾ, അതായത് സ്പോൺസർ, പണം നൽകി നിർവഹിക്കുന്ന വ്യക്തിപരമല്ലാത്ത ഒരു ആശയവിനിമയമാണ് ഇത്. ഈ വിൽപ്പന വർധന മാർഗം ഏതെന്ന് കണ്ടെത്തുക. ഈ വിൽപ്പന വർധന മാർഗത്തിൻ്റെ ഏതെങ്കിലും 4 മേന്മകളും 3 പോരായ്മകളും വിവരിക്കുക. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. വർഷം മാർച്ച് 2020. മാർക്ക് 8. A TV manufacturing company spends huge amount in advertisement to increase the number of its customers. Illustrate the merits and demerits of advertisement as a promotion technique. TV ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ തുക പരസ്യത്തിന് ചെലവഴിക്കുന്നു. വിൽപ്പന വർധനവ് തന്ത്രം എന്ന നിലയിൽ പരസ്യത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശദീകരിക്കുക. നമുക്ക് ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണെന്ന് നോക്കാം. 26 എ ചോദ്യത്തിന് അഡ്വർടൈസ്മെൻറ്റ് എന്നെഴുതുക. ബി ചോദ്യത്തിന് അഡ്വർടൈസ്മെൻറ്റിൻ്റെ 4 മെരിറ്റ്സും 3 ഡിമെരിറ്റ്സും, അതുപോലെ തന്നെ 27ാമത്തെ ചോദ്യത്തിന് 4 മെരിറ്റ്സും 4 ഡിമെരിറ്റ്സും എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെറിറ്റ്സ് നോക്കാം. മാസ് റീച്ച്, എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, എക്സ്പ്രസീവ്നെസ്, എക്കണോമി. ഇനി ഒബ്ജെക്ഷൻസ് ടു അഡ്വർടൈസിങ്. ആഡ്സ് ടു കോസ്റ്റ്, അണ്ടർമൈൻ സോഷ്യൽ വാല്യൂസ്, confuses the buyers, encourages sale of inferior products, some advertisement are in bad taste. അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എഴുതുക. ലെസ് ഫോഴ്സ്ഫുൾ, ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്, ഇൻഫ്ലെക്സിബിലിറ്റി, ലോ എഫക്റ്റീവ്നെസ്. The last question of this video. Year July 2020. Score 8. Gathering and analyzing market information is an important function of marketing. Explain any other 8 functions of marketing. വിപണിയെ സംബന്ധിച്ച വിവരങ്ങളുടെ ശേഖരണവും വിശകലനം ചെയ്യലും എന്നത് ഒരു പ്രധാന വിപണന ധർമ്മമാണ്. വിപണനത്തിൻ്റെ മറ്റ് ഏതെങ്കിലും 8 ധർമ്മങ്ങൾ വിവരിക്കുക. ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് പ്ലാനിംഗ്, പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, packaging and labeling, branding, customer support services, pricing, promotion, physical distribution, transportation, storage and warehousing. ഇതിലേതെങ്കിലും 8 പോയിൻറ്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം.